Hallelujah. Hallelujah. ദൈവത്തെ സ്തുതിക്കുന്നു. I praise God. ഇന്ന് രാവിലെ സമയത്ത് ഈ നാളുകളിൽ എൻ്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ പൊങ്ങിയിരിക്കുന്ന ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I would like to share today morning certain things which has been rising up within my heart in the past many days. നിങ്ങൾ ഒരുപക്ഷെ നോട്ട്ബുക്കുമായിട്ടൊക്കെ ചിലര് റെഡി ആയിട്ടിരിക്കുമായിരിക്കും. ചില വേദഭാഗങ്ങൾ പറയുന്നത് നോട്ട് ചെയ്യല്ലാതെ ബാക്കി നിങ്ങൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഇന്ന് ഓരോ നോട്ട്സും ഇന്ന് എഴുതണ്ട, നിങ്ങളൊന്ന് കേട്ടാൽ മതി. Today morning I have a special request. Many of you may be ready with your pen and notebook to write down the notes of this sermon. But my request today morning is, please do not take down notes except for the Bible references which I am going to tell you. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 3 വേദഭാഗങ്ങളിൽ ആണ് നോക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 1 മുതൽ 9 വരെ. Today morning we'll be looking primarily into 3 passages in the Bible. Firstly, from Genesis chapter 12 verses 1 to 9. ലൂക്കോസ് 14 അതിന്റെ 25 മുതൽ 33 വരെ. Secondly, Luke chapter 14 verse 25 to 33. പിന്നെ എബ്രായർ എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. And thirdly, from Hebrews chapter 11 8 to 10 verses. ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാട്ട്. Now I would request you all to pay attention to what I am saying. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ക്രിസ്ത്യാനിറ്റി അതിലെ ക്രിസ്തീയ ഗോളത്തിൽ പലരും അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു. In Christendom, many people believe in God. പലരും ചർച്ചിന്റെ മെമ്പേഴ്സ് ആണ്. Many are members of the churches. പലരെ ബൈബിൾ സ്റ്റഡീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. Many attend various Bible studies. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? But what is it that God requires of us? ഒരു വ്യക്തി വിശ്വാസി എന്ന് അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? If a person claims to be a believer, then what is it that God requires of that person? എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം? What should be the lifestyle of a believer? നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ, If we look into the Bible, വേദപുസ്തകത്തിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Bible tells us in detail about a person named Abraham. പഴയ നിയമത്തിലാണ്. It's in the Old Testament. അബ്രഹാമിനെ ബൈബിളില് വിളിക്കുന്നത് തന്നെ വിശ്വാസികളുടെ പിതാവ് എന്നാണ്. He is described as the father of faith in the Bible. വിശ്വസിക്കുന്നവരുടെ ഫാദർ ഓഫ് ദോസ് ഹു ബിലീവ്, വിശ്വസിക്കുന്നവരുടെ പിതാവ് എന്നറിയപ്പെടുന്നു. So he is described as the father of all those who believe. നമ്മൾ അബ്രഹാമിന്റെ ജീവിതം നോക്കിയാല് നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം. When we look into the life of Abraham, we get an idea of how a believer's life ought to be really. അബ്രഹാം ഒരു കണക്കിന് നമുക്കൊരു മോഡലാണ് അല്ലെ. ഇംഗ്ലീഷിൽ നമുക്ക് പറയാം, ഈസ് ലൈക്ക് എ പ്രോട്ടോടൈപ്പ്, ഈസ് എ മോഡൽ. Abraham is like a model, an example, a prototype for us, for all who believe. അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് ഉൽപ്പത്തി 12-ാം അധ്യായം മുതലേ
25 അധ്യായം വരെയൊക്കെ ഉണ്ട്, എന്നിട്ട് വേറെ പല വേദഭാഗങ്ങളിലുണ്ട്. എന്നാൽ ഇന്ന് ആദ്യത്തെ ഈ 9 വാക്യങ്ങൾ മാത്രം ഒന്ന് നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. The Bible describes the life of Abraham in Genesis 12 to 25 and in various other places, but today morning we are going to look specifically in Genesis chapter 12 verse 1 to 9. കുറച്ച് അബ്രഹാമിനെ പറ്റി ഞാൻ വേറെ സ്ഥലത്തു നിന്നൊക്കെ പറയും, എന്നാലും പ്രധാനമായിട്ടും ഈ ഭാഗത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I may be pointing from different verses to show the life of Abraham, but today morning we are going to specifically concentrate on Genesis 12 verses 1 to 9. അതുകൊണ്ട് 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. So let's read from Genesis chapter 12 verses 1 to 3. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ വേദഭാഗം നിങ്ങളിൽ പലർക്കും നല്ല രീതിയിൽ അറിയായിരിക്കും. Many of you would be very familiar with these Bible verses. ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുന്നത് ദൈവം അവരോട് സംസാരിക്കുമ്പോഴാണ്. A believer's life really starts when God speaks to that person. മനുഷ്യരല്ല ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത്, ദൈവമാണ് മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത്. It is not man who chooses God, but it is God who chooses man. ദൈവമാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത്. God is the one who initiates everything, who takes the first step. മനുഷ്യരുടെ ജീവിതത്തിൽ, ഓരോ മനുഷ്യരുടെ ജീവിതത്തിൽ പല പല ജീവിത സാഹചര്യങ്ങളിൽ ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവം അവരോട് സംസാരിക്കും. When each person is going through different life situations, that is when God speaks to each one individually, personally. ഇവിടെ നമ്മൾ കാണുന്നു ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. So as we see here, God spoke to Abraham. എന്താണ് ദൈവം സംസാരിച്ചത്? What did God speak to Abraham? നമ്മൾ ഈ 1 മുതൽ 3 വരെയുള്ള വാക്യം നോക്കിയാലേ അതിനകത്ത് കൂടുതലും ദൈവം ഈ അബ്രഹാമിന് അങ്ങ് വാഗ്ദത്തം നൽകുവാണ്. When we look into verses 1 to 3, we see that it is mostly God giving promises to Abraham. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, I will bless you. ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, I will make you a great nation. ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും, I will make you a blessing. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, I will bless those who bless you. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, I will curse those who curse you. നിന്നിൽ കൂടെ ഞാൻ സകല വംശങ്ങളെയും അനുഗ്രഹിക്കും. And in you, all the families of the earth will be blessed. ഒരു കണക്കിന് നോക്കിയാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. So, in short, God was telling Abraham, I am going to bless you. പ്രിയമുള്ളവരെ, ദൈവം ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. My beloved brethren, if God is calling anybody, it is with an intention to bless that person. ഹല്ലേലൂയ. Hallelujah. ദൈവം വിളിക്കുവാണെങ്കിൽ കുളമാക്കാൻ വേണ്ടിയല്ല വിളിക്കുന്നത്. If God is calling a person, it is not so that he can destroy that person's life. നശിപ്പിക്കാനായിട്ടല്ല വിളിക്കുന്നത്. It is not to destroy that person that God calls a person. ദൈവം അനുഗ്രഹിക്കാനായിട്ടാണ് വിളിക്കുന്നത്. God is calling a person to bless that person. പിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ല, അവരെ ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടിയും കൂടാണ് അവൻ വിളിക്കുന്നത്. And not just to bless that person, but to make him or her a blessing to others. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വീട്, കാറ്, അത് ബാഹ്യമായിട്ടുള്ള അനുഗ്രഹം. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ദൈവം പറയുന്നു, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് നൽകുന്നു. Now let me clarify one thing. When we use the word blessing, many of us may think, oh, blessings like car and big house and all those things.
No, no, no. When God is saying that He will bless us, He wants to bless us with Himself because He says, I am your exceedingly great reward. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, I would like to tell everyone who is hearing me today, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ if God has called you, അത് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ടാണ്. it is to bless you. ഹല്ലേലൂയ. Hallelujah. ഇസ്രായേൽ മക്കളെ ഇടയ്ക്കിടയ്ക്ക് മിസ്രയീം ദേശത്തു നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് സംശയം. അവര് പറയുന്നത്, ഇതെന്തുവാ ഞങ്ങളെ നശിപ്പിക്കാനായിട്ടാണ് കൊണ്ടുവന്നേ, അവിടെ കുഴിച്ചിടാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അയ്യോ അല്ലേ, ദൈവത്തിന് അങ്ങനെയൊന്നും പ്ലാൻ ഇല്ലേ, ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിളിക്കുന്നത്. When God called the Israelites out of Egypt, and when they were in their journey, they were so many times doubtful about God's intentions. They were cribbing and complaining. Weren't there enough graves in Egypt that God has brought us here? No, 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 that's not God's intention. It is not to destroy us, but to bless us. രണ്ടാമതായിട്ടൊരു കാര്യം നമ്മൾ ഇവിടെ കാണുന്നത്, And secondly, we see here in verses 1 to 3, ദൈവം അനുഗ്രഹിക്കാനായിട്ടാണ് വിളിച്ചത്. God has called us to bless us, yes, that's പക്ഷെ ആ true. അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ ചില കാര്യം ചെയ്യണം. But if we have to enter into those blessings, we are supposed to do something. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, God told Abraham, നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ ഒന്ന് ഇറങ്ങി തിരിക്ക്. you get out from your country and go to the place that I'm showing you. ഓ, അപ്പം ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളെ ഒരിടത്തിരുന്നിട്ട്, ആ ഓക്കെ ദൈവമേ നീ ഉണ്ട്, യേശു വന്നായിരുന്നു, യേശു ക്രൂശി മരിച്ചായിരുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വാസിയായി. അങ്ങനെയല്ല. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന കാര്യം വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം പറയുന്ന ആ ഒരു വഴിയിലേക്ക്, ഒരു യാത്രയിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. So what does faith mean? Does it mean, oh, I believe in you, God. I believe in the work of Jesus on the cross. Yes, yes. Now I have received Him into my life. Yes, I become a believer. No, that's not enough. Faith means you are putting your trust in God, and also it means that you are taking steps of action, of obedience, and you have started a journey of walking with God. വിശ്വാസം എന്ന് പറയുന്നത് ചില കാര്യങ്ങളോട് ഉവ്വ് വെക്കുവാന്ന് മാത്രമല്ല, അതുണ്ട്. പക്ഷെ അത് മാത്രമല്ല, വിശ്വാസം ഒരു വ്യക്തി പറയുന്നത് അത് നമ്മളെ വിശ്വസിക്കുന്നു, ആ വ്യക്തിയിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മള് ഒരു യാത്രയിലേക്ക് പുറപ്പെടുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So faith not only means saying yes to God or yes to that person, but also setting out into a journey with that person. നമ്മളെല്ലാവരും നമ്മളുടെ കംഫർട്ട് സോണിലായിരിക്കും. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വേർഡുണ്ട്, കംഫർട്ട് സോൺ. We may all be in our comfort zones. അബ്രഹാം ഊറില് താമസിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നോ ഒന്നും അവിടെ കാണുന്നില്ല. പുള്ളി വിഗ്രഹാരാധന ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളെല്ലാരും വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. നമ്മൾ ചിലരോടൊക്കെ ചോദിക്കും, ആ എന്തുകൊണ്ട് വിശേഷം? ആ സുഖമായിട്ടിരിക്കുന്നു. ഹിന്ദിയിലൊക്കെ പറഞ്ഞ ചൽ റാ ഹേ, ഏനോ വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ പോന്നു. എല്ലാരും വലിയ പ്രശ്നത്തിലൊന്നും അല്ലേ? So when Abraham was called, he was staying in Ur. He was an idol worshipper. He wasn't going through any problems or crisis. Life was going on. Yeah. And at that point of time, God called him out of his comfort zones. Similarly, maybe we all may be in our comfort zones. When we ask people, how are you? They may say, oh, yeah, it's fine. It's going on. Life's going on. Yeah, we are fine. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ പിന്നെ ദൈവത്തിനാണ് സ്ഥാനം. ദൈവം പറയുന്നത് പോലെ ആ വഴിയെ നടക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിക്കുന്നു. When God is calling us, we need to give Him the highest honor and priority because He is calling us to walk into His ways. ദൈവം അബ്രഹാമിനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞെങ്കിൽ ദൈവം അബ്രഹാം അങ്ങോട്ടാ പോകേണ്ടത്. If God is telling Abraham to go this way, Abraham is supposed to go this way. അല്ലാതെ അബ്രഹാം ഇവിടെ വലിയ പ്ലാനുകളും എല്ലാം കൂടെ ഉണ്ടാക്കി, ദൈവമേ ഞാൻ ഇതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, അതിനെ ഒന്ന് ശരിവെച്ചാട്ടെ,
It wasn't that God had made Abraham had made lot of plans about himself, and he was telling God, God, here are my plans. Please say yes to that. Please affirm them and bless them. നമ്മുടെ വിശ്വാസത്തിന്റെ നടപ്പില് ആരാണ് മുന്നിൽ നടക്കേണ്ടത്? നമ്മൾ മുന്നിൽ നടന്ന് ദൈവം പുറകെ വരണോ, അതോ ദൈവം മുന്നിൽ നടന്ന് നമ്മൾ പുറകെ നടക്കണോ? In our walk of faith, who is the person who should walk in front? Are we to be the people who walk in front and lead God, and God is following us? Or should it be the other way around, where God is leading us and we are following him? ഇവിടെ അബ്രഹാമിനോട് വേറെ ഒരു വലിയ കാര്യം ഇവിടെ പറയുന്നു. Now we see in chapter 12 that God is saying something very important to Abraham. നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നീ നിന്റെ ദേശത്തെ വിടണം. God is telling Abraham, go from your country, നിന്റെ ചാർച്ചക്കാരെ വിടണം, your kindred, നിന്റെ പിതൃഭവനത്തെ വിടണം. and your father's house. ഇതെന്തൊരു വലിയ പ്രശ്നമാണ്. ദൈവമേ, നിനക്ക് അനുഗ്രഹിക്കണമെങ്കിൽ ഞാൻ ഉള്ള സ്ഥലത്തങ്ങ് അനുഗ്രഹിച്ചാ പോരെ ദൈവമേ. Now Abraham could have said, oh God, this is too much. If you want to really bless me, why can't you bless me in my own land, in my father's house, where I am? അതൊരു നല്ല ചോദ്യമല്ലേ? That seems to be a valid question, right? ദൈവത്തിന്റെ മര്യാദയ്ക്ക് അബ്രഹാം ഉള്ള സ്ഥലത്ത് ഊറിൽ വെച്ച് ദൈവത്തിനെ അനുഗ്രഹിക്കരുതോ? Why can't God bless Abraham in the place where he's staying, in Ur itself? എനിക്കത് അറിയത്തില്ല അതിന്റെ ഉത്തരം. I don't know the answer to it. ഊറിൽ വെച്ച് എന്താ അബ്രഹാമിനെ അനുഗ്രഹിക്കാഞ്ഞത്? Why didn't God bless Abraham in Ur itself? അല്ലെ, ഊറിലെ ആൾക്കാരെ മാറ്റിയിട്ട് അബ്രഹാമിന് ആ സ്ഥലവും കൊടുക്കരുതേ? Couldn't God have driven away all the inhabitants of Ur and given that place to Abraham? എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് കുറച്ച് ഐഡിയ ഉണ്ട്. Although I said I don't know the answer to that question, I have an idea of what might be the answer. ഉത്തരം ഇതാണ്. ഈ അബ്രഹാം എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് അബ്രഹാം അല്ല തീരുമാനിക്കേണ്ടത്, അബ്രഹാമിനെ വിളിച്ചവനാണ് തീരുമാനിക്കേണ്ടത്. The answer is, what should Abraham do? Where should Abraham go? Those plans should not be made by Abraham. It should be decided by God. അപ്പൊ ദൈവം എന്തുകൊണ്ടോ ദൈവത്തിന്റെ ഒരു പ്ലാനില് അബ്രഹാം കനാനിലോട്ട് പോകണമായിരുന്നു. അതായിരുന്നു ദൈവത്തിന്റെ പ്ലാന്. So for some reason, God had planned that Abraham should go to Canaan. അപ്പൊ എന്തിനാണ് ദൈവം അബ്രഹാമിനോട് കനാനിലോട്ട് പോകാൻ പറഞ്ഞത്? So why did God tell Abraham to go to Canaan? ദൈവത്തിന്റെ ഇഷ്ടം ഉണ്ടായിട്ട്. Because that was his desire, God's desire. ദൈവത്തിന്റെ ഇഷ്ടം ഉണ്ടായിട്ട്. That was God's desire. അതവൻ ദൈവമായിട്ട്. And God is God, and he decides what's to be done. അല്ല, ദൈവത്തിന് അത്രയും പോലും ഒരു അധികാരമില്ലേ? Now tell me, hasn't God this much right to do all these things? ദൈവം അബ്രഹാമിനെ ഫുൾ അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ദൈവം പറയുന്നു, എന്റെ പ്ലാൻ അനുസരിച്ച് നീ തന്നെ അങ്ങോട്ട് പോകണം. God had fully decided to bless Abraham, and he is saying, Abraham, walk this way. ഒന്നോർത്ത് നോക്കിയേ, ഇന്നത്തെ ഒരു മോഡേൺ ഡേ അബ്രഹാം, ഇന്നത്തെ കാലത്തെ ഒരു അബ്രഹാം. Now try to imagine a modern day Abraham. ദൈവം പറയാണ്, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിക്കുന്ന സ്ഥലത്തോട്ട് നീ പോ. And imagine God telling this modern day Abraham, get out of your land and go to that place which I am showing you. അല്ലെങ്കിൽ ദൈവം ഒരാളോട് പറയാ, മോനെ, നീ ഈ ജോലി എടുക്കുന്നതായിരിക്കും നല്ലത്. Or imagine God telling another person, son, it would be good if you take this particular job. പറ്റത്തില്ല. And then this person says, no, I can't. ഇപ്പോഴത്തെ അബ്രഹാം പറയും, നോ. So the modern day Abraham would say, no, എനിക്കിതാ ഇഷ്ടം. I don't like your plans. I like this plan, the way I think. എനിക്കിത് വിടാൻ വയ്യ. I don't want to let go of what I am holding on to. എനിക്ക് ഈ സ്ഥലമാണ് ഇഷ്ടം. I like this particular place. എനിക്ക് ബോംബെ ഇഷ്ടം. I like being in Bombay. എനിക്ക് ബോംബെ വിടാൻ പറ്റില്ല. I don't want to leave Bombay. ഇനിയിപ്പോ ദൈവം തീരുമാനിക്കണം. ബിക്കോസ് ഇയാള് നോ പറഞ്ഞില്ലേ.
Now, God has to adapt himself because this person had said no to God's purpose. ഇനി ആരുടെ ഹിതമായി ഇവിടെ നടക്കേണ്ടത്? So, whose plans are should work here? God is in a dilemma now. ദൈവമേ, എനിക്ക് ഈ പെണ്ണിനെ കെട്ടണം, ഇത് നടത്തി തരണം. God, I want to marry this particular girl. Please let it happen. ദൈവമേ, എനിക്ക് ഈ മിനിസ്ട്രി ചെയ്യണം, അതൊന്ന് സാധിച്ചു തരണം. Oh Lord, I want to do this particular ministry. Please work it out for me. എല്ലാ തീരുമാനങ്ങളും ഈ അബ്രഹാമാണ് എടുക്കുന്നത്. So this modern day Abraham is taking all the decisions. ദൈവം അവിടെ ഇങ്ങനെ ഇരിക്കുക. And God seems to be helplessly watching it. എന്നിട്ട് ഈ അബ്രഹാം ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ദൈവത്തോട്, ഇപ്പോഴത്തെ അബ്രഹാം. And this modern day Abraham is angry with God. എന്താണ് ഈ ദൈവത്തിന്, എന്താണ് ഈ എല്ലാരും പിതൃഭവനത്തെ വിട്, ദേശത്തെ വിട്, നീ നിന്റെ ചാർച്ചക്കാരെ വിട്, ഇതെന്തൊരു ഒരു വിട് 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 എന്ന് പറയുന്ന ദൈവമാണ്? ഇതെന്തൊരു ദൈവമാണ്? ഒരു നെഗറ്റീവ് ഒരു ദൈവം, ഒരു വല്ലാത്ത ദൈവമാണെന്ന് തോന്നുന്നില്ലേ? ഇതൊരു വല്ലാത്ത നെഗറ്റീവ് ഫീലിംഗ്, ഒരു നെഗറ്റീവ് വൈബ്സ് തരുന്ന ഒരു ദൈവമാണ്. ഒരു പോസിറ്റീവ് എനർജി വരുന്നില്ലല്ലോ ഈ ദൈവത്തിന്റെ അടുത്ത് വന്നിട്ട്. Now this God seems to be a really weird God, trying to give out negative vibes. God is saying, get out of your country, leave your kindred, leave your father's house. Why is he telling leave? It's all giving me some negative vibes. ഓർത്തോണം, അന്ന് അബ്രഹാം വിട്ട് പിരിഞ്ഞ് വരുമ്പോഴേ ഈ എക്സ്പ്രസ് വേ കൂടെ അല്ല പുള്ളി നടന്നു വന്നത്. വളരെ ഒരുമാതിരി കാട്ടിൽ കൂടിയും വിൽഡർനെസ്സും അവിടുത്തെ ലൈഫിന് വരെ ഡേഞ്ചറാണ് അങ്ങനെയൊക്കെ വരുന്നത്. വലിയ പ്രയാസമുള്ള യാത്രയായിരുന്നു. Now we have to remember that when Abraham left his country and kindred and father's house on a journey, he was not journeying through the roads which are so excellent like expressways. He had to walk through wilderness where even his life could have been in danger. പക്ഷേ അബ്രഹാം ദൈവത്തിന്റെ ഈ വാക്കുകൾ കേട്ടു. But Abraham listened to the voice of God. അബ്രഹാം വിശ്വസിച്ചു, ഈ പറഞ്ഞ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കും. Abraham believed God. He believed that the God who has spoken these words is able to bless me. അബ്രഹാം വിശ്വസിച്ചു ഇത് ദൈവം തന്നെയാണെന്ന്. Abraham believed that this person who is talking to me is God himself. അബ്രഹാം വിശ്വസിച്ചു ഈ വാഗ്ദത്തങ്ങൾ തന്ന ദൈവം അത് നിറവേറ്റുവാൻ അവൻ മതിയായവനാണ്, അവൻ വിശ്വസ്തനാണെന്ന് അവൻ വിശ്വസിച്ചു. This God who has given me the promises, he is able and faithful to fulfill those promises. This is what Abraham believed. നാലാം വാക്യം, Verse 4 says, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു, ലോത്തും അവനോട് കൂടെ പോയി. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ, as the Lord had told him, so Abram went. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ജീവിതം ഇങ്ങനെയായിരിക്കണം. My beloved brethren, this is how the life of a believer should be. യഹോവ കൽപ്പിച്ചതുപോലെ, as the Lord told him to do. പ്രിയമുള്ളവരെ, തെറ്റിദ്ധരിക്കരുത്. ദൈവം നമ്മളോട് ഓരോ ചെറിയ ചെറിയ കാര്യം, ഇപ്പൊ ഇത് ചെയ്യ, ഇപ്പൊ എഴുന്നേക്ക്, ഇപ്പൊ നിക്ക്, ഇപ്പൊ ബാത്റൂമിൽ പോ, ഇങ്ങനത്തെ കാര്യം ദൈവം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. പക്ഷെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളില് ദൈവം നമ്മളെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Now let me clarify one thing. Please don't misunderstand. God is not going to micromanage us, do this, do that, when to sit, when to stand up. No. But in the major decisions and choices of our life, God is going to lead us very specifically. എബ്രായർ 11:8 നമുക്ക് ഈ അബ്രഹാമിന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യം ഇവിടെ മനസ്സിലാകുന്നു. When we read the book of Hebrews chapter 11 and verse 8, we see certain things which were in the heart of Abraham. 8 മുതൽ 10 വരെ എന്ന് വായിച്ചേട്ടെ. Let's read Hebrews 11 verses 8 to 10. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച്
എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ഇരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ, By faith Abraham obeyed when he was called out to go to a place that he was to receive as an inheritance. അവൻ അത് അനുസരിച്ചു. So when Abraham was called out to go to that place, Abraham obeyed. പക്ഷേ അവൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ ആണ് പുറപ്പെട്ടത്. But he went out not knowing where he was going. ഇന്ന് പലരും ദൈവം പറയുന്നത് പോലെ സ്റ്റെപ്പ് എടുക്കാത്തതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? And do you know one of the major reasons why many people don't take a step of obedience when God tells them to do something? പലരും ദൈവത്തിന്റെ പിന്നാലെ പോകാത്തതിന്റെ കാരണം അവര് ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഓക്കെ ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇതെടുക്കണം, അതിന്റെ അടുത്ത സ്റ്റെപ്പും അതിന്റെ അടുത്ത സ്റ്റെപ്പും അതിന്റെ അടുത്ത സ്റ്റെപ്പും ഞാൻ 50 വയസ്സാകുമ്പോഴും ഞാൻ 60 വയസ്സാകുമ്പോഴും എന്തൊക്കെയാണെന്ന് ഒന്ന് എഴുതി തന്നാട്ടെ, അതെല്ലാം എനിക്ക് അറിയാമെങ്കിലേ ഞാൻ ഇറങ്ങത്തുള്ളൂ. Now many people would tell God, okay, I'm willing to obey you. So when I take that first step of obedience, please show me what will happen in my next and the next step, and when I'm 50 and when I'm 60 and all. Please lay it out all in front of me, and when I see everything, then I will take that first step of faith. ദൈവമേ നീ എന്റെ പിതൃഭവനത്തെ വിടാൻ പറയുന്നു, പിതൃഭവനത്തെ വിട്ടു കഴിഞ്ഞാല് എന്റെ അപ്പൻ എന്നെ തെറി പറയുമോ, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ, വീട്ടില് വീതം വെക്കുമ്പോ എനിക്ക് വീതം കിട്ടുമോ, ഇവരെന്തെങ്കിലും വിശ്വാസത്തിൽ വരുമോ, എന്റെ കല്യാണം എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇതെല്ലാം നീ പറ, എന്നാലേ ഞാനിപ്പോ ഇറങ്ങത്തുള്ളൂ. God, you're telling me to get out of my house, my relatives. So please tell me, will my father get angry? Will he throw me out of my house? Will I get my inheritance? Will I get a suitable life partner? Please tell me everything. What will happen if I take that first step of obedience? And then I will obey. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ യാത്രയായപ്പോൾ അതിനനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. Something very beautiful is written about Abraham. It's written in the second part of verse 8. And he went out not knowing where he was going. പ്രിയമുള്ളവരെ, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെ ഈ ഫുൾ ടൈം മിഷണറി ആയിട്ട് ഇറങ്ങുന്നതിനെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. യേശുവിനെ പിൻഗമിക്കാനായിട്ട് ഇറങ്ങുന്നതിന്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഇറങ്ങുമ്പോൾ നമ്മളെ യേശുവിന്റെ പിന്നാലെ ആ വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയായി തീരും എന്ന് ഫുൾ ഫ്യൂച്ചർ നമുക്ക് എഴുതി നമ്മുടെ മുമ്പിൽ കാണിച്ചു അല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. Now please don't misunderstand. I am not telling you about becoming a full-time ministry. What I'm trying to say is how to walk with God and become a disciple of Jesus. When God is calling us, we need not know everything that's going to happen in our future if we start obeying God. We just obey God by faith. നമ്മള് ആ വിളിക്കുന്ന ദൈവത്തിൽ അങ്ങ് വിശ്വസിക്കുവാണ്, നമ്മളെ പൂർണ്ണ ആശ്രയം അവനിൽ വെക്കുവാണ്. The God who has called us, we are called to just fully believe him, put our total faith in him. നിങ്ങൾക്കറിയാമോ ദൈവം അബ്രഹാമിന് എന്തുവായിരുന്നു പ്രോമിസ് കൊടുത്തത്? Do you know what was the promise which God gave Abraham? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. I will make you a great nation. ഈ ജാതി ആകണമെങ്കിൽ ആദ്യമായിട്ട് എവർക്കൊരു കുട്ടി ഉണ്ടാകണ്ടേ, എന്നാലല്ലേ ജാതിയുടെ തുടക്കം വരത്തുള്ളൂ. Now,
for the beginning of becoming a great nation, you need to have a child, right? ഒന്നാമതേ ഒരു 75 വയസ്സ് ആയ ഒരു മനുഷ്യനോടാ പറയുന്നത്, നിന്നെ ഞാൻ വലിയൊരു അതുവരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. നിങ്ങൾ നമ്മുടെ ചർച്ചിലെ 75 വയസ്സിൽ കൂടുതലുള്ള ഒരു അപ്പച്ചനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ ആളിനോട് പറയുവാ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല, നിനക്കൊരു കുട്ടി. അപ്പൊ ദൈവം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വലിയ കാര്യങ്ങളാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാട്ടിലും അപ്പുറം കാര്യങ്ങളാണ്. Now, when God says something, many of these things are just beyond our imagination, and it can seem so ridiculous. Imagine a person, a 75-year-old man. Imagine a 75-year-old man in your church who hasn't ever had children, and imagine him having children. അപ്പൊ ഇനി അത് പോട്ടെ, ഇദ്ദേഹം ഇതെല്ലാം കേട്ട് പുറപ്പെട്ടു. 76, 77, 78, 79, 80, 81 വർഷങ്ങൾ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ കുട്ടി വരുന്നില്ല. Now, okay, Abraham was called at the age of 75. Now then he's turning 76, 77, 78. Every year his birthday is being celebrated, but still no child. ഇതിന് വലിയ സ്റ്റോറിയാണ്, പക്ഷെ അവസാനം സാറായി കൂടെ ഒരു കുട്ടി ജനിച്ചത് 25 വർഷം കഴിഞ്ഞ് 100 വയസ്സായപ്പോഴാണ്. It's a long story, but finally, when a child was born through Sarah, Abraham was 100 years old. അബ്രഹാമിന് കൊടുത്ത വേറൊരു വാഗ്ദത്തം എന്തുവായിരുന്നു? ഞാൻ നിനക്ക് ഒരു ദേശം തരും. What was the other promise which God gave Abraham? I will give you a land. നിങ്ങൾക്കറിയാമോ, അബ്രഹാം മരിക്കുന്നിടം വരെ അബ്രഹാമിനെ ആ സ്വന്തം ദേശം അബ്രഹാമിന്റെ അല്ലായിരുന്നു. And do you know one thing? Till the very last breath of Abraham, the place where he stayed, that land where he stayed, it was not his own. അയ്യോ, അബ്രഹാമിന്റെ സ്വന്തം ഭാര്യ സാറ മരിച്ചപ്പോള് ആ സാറയെ കുഴിച്ചിടാൻ വേണ്ടി ഒരു സ്ഥലം അദ്ദേഹത്തിന് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നു. അതായത് അദ്ദേഹത്തിന്റെ ഈ ലാൻഡ് എല്ലാം നിന്റെയാന്ന് പറഞ്ഞ് അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായില്ല. So even when Abraham's beloved wife Sarah died, he had to give money and purchase land to bury her in the very place which God had promised that he would give this land. So that particular place was not his during his lifetime. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അപ്പൊ കള്ളം പറഞ്ഞാണോ? So was God lying to ദൈവം Abraham? വിശ്വസ്തനല്ലായിരുന്നോ? Wasn't God faithful? ഇല്ല, ദൈവം നമ്മളെ 15-ാം അധ്യായത്തിലെ അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ദൈവം കാണിക്കും, അവിടെ തിരിയട്ട, അവിടെ കാണിക്കും, നിന്റെ ഡിസെൻഡൻസ്, നിന്റെ സന്തതികള് അവര് മിസ്രൈമിൽ പോകും, അവിടുന്ന് 4-ാമത്തെ തലമുറയിൽ അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ആ സമയത്താണ് അവർക്കൊരു ലാൻഡ് കൊടുക്കാൻ പോകുന്നത്. വാഗ്ദത്ത നാട്, പ്രോമിസ്ഡ് ലാൻഡ് അബ്രഹാമിനല്ലായിരുന്നു, അബ്രഹാമിന്റെ സന്തതികൾക്ക് ദൈവം കൊടുക്കാൻ ഒരു പ്ലാൻ ആയിരുന്നു ഉള്ളത്. So God wasn't lying when he gave all these promises, because when we see in Genesis chapter 15, we see that God is making a covenant with Abraham, and God is saying that I will give this land to your descendants, and your descendants will be taken to Egypt. They will be captive there, and in the 4th generation, I will bring them back to this place. So God was telling that the land of Canaan would be given to Abraham's descendants. അപ്പൊ ദൈവം ചതിക്കുമല്ലായിരുന്നു. So God was not deceiving Abraham. ദൈവം വിശ്വസ്തനായിരുന്നു. God was faithful to Abraham. എന്നാ ദൈവത്തിന്റെ പ്ലാൻ നടക്കണമെങ്കിൽ ഈ അബ്രഹാം അല്ലെ ഒരു വ്യക്തി അത് വിശ്വസിച്ച് ഇറങ്ങി തിരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടായിരുന്നു. But if God's plans had to be worked out, one person, Abraham, had to believe those promises and set out believing in obedience to those promises and commands. എബ്രായർ 11:10 വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അവൻ ഈ അബ്രഹാം എന്തിനെയായിരുന്നു നോക്കി പാർത്തത്? In Hebrews chapter 11 verse 10, something wonderful is written here.
What was Abraham looking forward to? അബ്രഹാം എന്തിനു വേണ്ടിയായിരുന്നു കാത്തിരുന്നത്? What was Abraham waiting for? ഞാനൊരു വലിയ രാജാവാകും, അതിനായിരുന്നു കാത്തിരുന്നത്. Was he waiting to be a great king? ഞാനൊരു വലിയ സംഭവമാവും, അതിനുവേണ്ടിയായിരുന്നു കാത്തിരുന്നത്. Was he waiting to become somebody really great and അല്ല, famous? അവൻ കാത്തിരുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായിട്ട് അവൻ കാത്തിരുന്നു. He was looking forward to the city that had foundations, whose designer and builder is God. ചുരുക്കം പറഞ്ഞാൽ അവന്റെ കണ്ണ് അല്ലെ അവന്റെ ആഗ്രഹം ഈ ലോകത്തിൽ ചില സാധനങ്ങൾ നേടിയെടുക്കാൻ, ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ ദൈവത്തിന്റെ പിന്നാലെ പോവാമെന്നല്ലായിരുന്നു. അവന്റെ കാര്യം നിത്യതയിലേക്ക്, അവന്റെ കണ്ണ് നിത്യതയിലേക്കുള്ള കാര്യത്തിലേക്കായിരുന്നു പതിച്ചിരുന്നത്. In short, Hallelujah. Abraham's vision, his focus, his attention was not on the things of the world, not to acquire worldly possessions, but his focus, his vision was on things that were eternal, which God had prepared. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ വിശ്വാസിയാണെന്ന് നിങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ, My beloved brethren, if you claim to be a believer, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അബ്രഹാമിനെ പോലുള്ള ഒരു വ്യക്തിയാകണം. then you need to be a person like Abraham. അബ്രഹാമിന്റെ ആ രീതിയിലുള്ള അല്ലാതെ ഇപ്പം നമ്മളിപ്പം മിഡിൽ ഈസ്റ്റിൽ പോകേണ്ട കാര്യമില്ല, പക്ഷെ ആ രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കണം. We need to have a lifestyle like Abraham's. I'm not saying we should go and live in Middle East, no, but that lifestyle of faith and obedience, that need of Abraham, that needs to be our lifestyle. നിങ്ങൾ as എന്തിനു well. വേണ്ടിയാണ് നോക്കി പാർക്കുന്നത്? What are you looking forward to? What are you waiting for? നിങ്ങള് എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, ലോകപരമായിട്ടുള്ള ഈ ചില കാര്യങ്ങൾ വേണം, എനിക്ക് പ്ലഷർ അല്ലെങ്കിൽ അത് വേണം, അല്ലെങ്കിൽ കൺവീനിയൻസ് വേണം, എനിക്ക് ഇതിനു വേണ്ടിയാണോ നോക്കിയിരിക്കുന്നത്? അതോ നിങ്ങൾ ഉയരങ്ങളിലുള്ള കാര്യമാണോ അന്വേഷിക്കുന്നത്? Are you looking forward to acquiring wealth, worldly possessions, comforts and conveniences, pleasures and everything? Or are you looking forward to things of eternity which God wants to give to us? ഞാൻ നിങ്ങളോട് അബ്രഹാമിനെ പറ്റി പറഞ്ഞു. I told you about Abraham just now. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ നാളുകളിൽ. And these past many days I had been thinking about these things which I just shared. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു യുവാവുമായിട്ട് സംസാരിക്കാനിടയായി. And just a few days back, just last week itself, I happened to talk to a young man. അദ്ദേഹത്തിന് ഒരു 10-28 വയസ്സുണ്ട്. He must be around 28. അദ്ദേഹം ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവിലേക്ക് വന്നത്. He came to the Lord from a Hindu background. അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് മധ്യപ്രദേശിൽ ഉള്ളതായിരുന്നു. എന്നാൽ പിന്നെ അവര് ബോംബെയിലേക്ക് അവര് വന്നു. ബോംബെയിലാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത്. His parents were originally from Madhya Pradesh, but they migrated to Bombay, and this young man, he grew up in Mumbai. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. And this young man's dad was a makeup artist in cinema. വലിയ ബോളിവുഡിലെ വലിയ താരങ്ങളെയൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത ആളാണ്. So this dad was a makeup artist in Bollywood, and he had done makeup for many Bollywood greats. പക്ഷേ അദ്ദേഹത്തിന്റെ അമ്മയാണ് ആദ്യം കർത്താവിൽ വന്നത്. It was his mom who came to know the Lord first. ഹല്ലേലൂയ. കുറച്ച് വിശ്വസ്തരായിട്ടുള്ള വിശ്വാസി ലേഡീസ് പുള്ളിക്കാരിയോട് ചെന്ന് സുവിശേഷമൊക്കെ പറയുകയും അങ്ങനെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതാണ് സത്യം. And few faithful sisters came to this mother and shared the gospel with her, and that's how this mother came to know the Lord. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ അമ്മ ഈ യുവാവിനോട് പറഞ്ഞു, മോനെ നീ ഈ വഴിയിൽ വരണം. And after some time after this mother came to know the Lord, this mother told her son, "Son, this is the truth and this is the way. You need to walk in this way." ഈ സംഭവം നടന്ന ഏകദേശം 2008 ആ കാലഘട്ടത്തിലാണ്. And this happened in the time period of around 2008. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഉള്ള യുവാക്കൾക്ക് വേണ്ടി ഞാൻ നന്ദി പറഞ്ഞു. ഈ അമ്മമാര് അല്ലെ അപ്പനോ ഒക്കെ പറയും, മോനെ ഇതാ വഴി എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു.
I thank God for such young teenage sons who totally believed what their parents said when they showed the son the way of truth. ഈ പയ്യൻ കർത്താവിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചർച്ചിൽ പോയപ്പോൾ ഒന്നും മനസ്സിലായൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ആ പാസ്റ്റർ അവിടെ പ്രീച്ച് ചെയ്ത കാര്യം അത് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കുമായിരുന്നെന്നും ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. And when this young boy went with his mother to the church the first time, he couldn't understand many of the things that were shared. But when he went the second time, when the pastor was preaching, this boy felt as if God was speaking to his heart. വേറൊരു സമയത്ത് അദ്ദേഹം വളരെ വിഷമവും പ്രയാസഘട്ടത്തിൽ കൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു മീറ്റിംഗിൽ പോയി. At another point of time, when this young man was going through a lot of problems and pains, he went to a meeting. ആ മീറ്റിംഗില് പുള്ളി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അയ്യോ എനിക്ക് ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക മനസ്സില്. And while sitting in this meeting, this young man is thinking, I don't have anybody. I'm so alone. When he was thinking ആ സമയത്ത് ആ പ്രസംഗിച്ച ആൾ ഉടനെ പറയാ, എഴുന്നേറ്റേക്ക്. ആ പുള്ളിയോട് നോക്കി എഴുന്നേറ്റേക്കാൻ. And at that very point, when this young man was thinking like this, the preacher suddenly stopped preaching and told this young man, please stand up. പറഞ്ഞു, ദൈവം നിന്നോട് കൂടെയുണ്ട്. And the preacher told this young man, God is with you. ഇവൻ ഞെട്ടിപ്പോയി. And he was shocked. അത് മാത്രമല്ല ആ പ്രീച്ചർ പറഞ്ഞു ബാക്കിയുള്ളവരോട്, നിങ്ങൾ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യണം. ആ ചർച്ചക്കാരോട് പറഞ്ഞു അവനെ സപ്പോർട്ട് ചെയ്യണം. And the preacher told everybody in the congregation, you should support this young man. എന്തായാലും കൊള്ളാം, അവനെ ദൈവത്തിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. അവന് മ്യൂസിക്കിലൊക്കെ ഇച്ചിരി മുന്നോട്ടായിരുന്നു. And so began his growth and walk with the Lord. And this young man was quite interested in music. പക്ഷെ ഇതിനിടയിൽ ഈ അമ്മയ്ക്ക് അസുഖം വന്നു. And in the meantime, his mother fell ill. ഈ അമ്മയ്ക്ക് ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ വന്ന് കാലിലെ ഈ എന്തുവാ ഗാംഗ്രീൻ വന്ന് അതിന്റെ വിരൽ മുറിക്കേണ്ടി വന്നു, പിന്നെ കാല് മുറിക്കേണ്ടി വന്നു. അങ്ങനെ അസുഖം കൂടി അവസാനം പുള്ളിക്കാരി മരിച്ചു. So this mother was a diabetic, and one day her toe, one of the toes, had a wound and it didn't heal and it became gangrenous. Then it had to be amputated, but the gangrene spread to other parts of her body and finally she passed away. അപ്പോൾ ഞാൻ ഈ ഇദ്ദേഹത്തോട് ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. Last week I was talking to this young man over phone. ഇദ്ദേഹത്തെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. It was the first time that I was talking to him. I had never met him before. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു കുലുക്കം വന്നില്ലേ? So I asked this young man, when your mother died, wasn't your faith shaken? പുള്ളിയുടെ ഉത്തരം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. And when I heard his answer, I was shocked. പുള്ളി പറഞ്ഞെന്താണെന്നറിയാം? And do you know what he said? ഞാൻ എൻ്റെ അമ്മയെ ദൈവത്തിന് സമർപ്പിച്ചായിരുന്നു. I had surrendered my mother to God. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. I was praying to God for her. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നിന്റെ ഹിതം പോലെ നീ ചെയ്യണം. But I told God, oh God, let your will be done. പുള്ളി പറഞ്ഞു, പുള്ളിക്ക് ബൈബിൾ ഒത്തിരി അറിയത്തില്ല, പക്ഷെ പുള്ളി പറഞ്ഞു, ഞാൻ ഇയ്യോബിനെ പറ്റി കേട്ടിട്ടുണ്ട്. At that point of time, I didn't know the Bible much, but I had heard about Job. അപ്പോൾ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് തരാനും പറ്റും, ദൈവത്തിന് എടുക്കാനും പറ്റും. And Job said like this, God can give and God can take away. വാ, ഈ കാര്യം എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഫെയ്ത്ത്, ഒരു വിശ്വാസം ആ പയ്യന് അന്നുണ്ടായിരുന്നല്ലോ എന്ന്. And when I heard this, I felt so glad because at such a tender age, this young man had such a simple faith. ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഈ പയ്യനെ പിന്നെ അപ്പൻ മാത്രമേ ഉള്ളൂ, വേറെ സഹോദരന്മാരാരുമില്ല. And after his mother died, he had only his dad with him. He didn't have any siblings. എന്നെ ഇനി ആര് നോക്കുമെന്ന് പുള്ളി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പുള്ളിയെ എൻകറേജ് ചെയ്തു, ഞാൻ നിന്റെ കൂടെയുണ്ട്. And when he was feeling very sad and saying, who will take care of me? God spoke to him, I am with you, son. വേറൊരു സമയത്ത് ഒരു ആളിൽ കൂടി ദൈവം പുള്ളിയോട് സംസാരിച്ചു, നിനക്ക് ഞാനൊരു ഫാമിലിയെ തരും. And at another point of time, God spoke through another servant of God and said, I will give you a family.
പ്രിയമുള്ളവരെ, ദൈവത്തിന് അറിയാം നമ്മളോട് എപ്പോൾ സംസാരിക്കണമെന്ന്. My dear beloved Hallelujah. brethren, God knows when to speak to us. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളോട് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കത്തില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. He doesn't sit and enjoy small talk with us from morning till night. പക്ഷേ നമ്മളോട് ചില കാര്യം അറിയിക്കേണ്ട സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കും. But when certain things have to be spoken into our lives, God will definitely speak. അങ്ങനെ ഈ അടുത്ത ഇടയിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിവാഹം നടന്നത്. And he got married recently. വളരെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ പുള്ളിക്ക് ഒരു ഭാര്യയായിട്ട് ദൈവം കൊടുത്തു. God gave him a girl who really loves the Lord as his wife. ഞാൻ അദ്ദേഹത്തെ മുഖാമുഖം കണ്ടില്ല, പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ ആത്മാവിൽ ഞാൻ വളരെ സന്തോഷിച്ചു. I haven't seen this young man face to face, but when I was talking to him, my spirit rejoiced like anything. ഒരു ഏകദേശം 1.5 മണിക്കൂർ ഞാൻ പുള്ളിയോട് സംസാരിച്ചു. I talked to him for over 1.5 hours. ഞാൻ എന്തിനാ ഇദ്ദേഹത്തെ പറ്റി നിങ്ങളോട് പറയുന്നത്? Now, why am I telling you about this young man? ഇന്നും ആൾക്കാര് ദൈവത്തെ കേൾക്കുന്നുണ്ട്. Even now, during our times, people are hearing God. ആൾക്കാർ ദൈവത്തെ കേട്ട് ഈ അബ്രഹാമിന്റെ ദൈവത്തെ പിന്നാലെ നടക്കുന്നുണ്ട്. And after hearing from God, they are walking with God just like Abraham. യുവാക്കളും നടക്കുന്നുണ്ട്. Young men are also walking with God like എല്ലാം Abraham. വിട്ടേച്ച് നടക്കുന്നുണ്ട്. They are leaving everything and walking with God. ഇദ്ദേഹത്തിന്റെ ഒരു പേരുണ്ട്, പക്ഷെ ആ പേരിന്റെ കൂടെ പുള്ളി ഒരു വേർഡൂടെ ചേർത്തു പേരിന്റെ കൂടെ, ഫെയ്ത്ത്. This young man, he has a name, but after becoming a believer, he added one more name, faith. ഞാൻ പിന്നെ വിചാരിച്ചു, ദൈവമേ, അത് സത്യമായിട്ടുള്ളൊരു പേരാണല്ലോ, ബിക്കോസ് ഇദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. And I was thinking, oh God, this faith, the name faith is so appropriate for him because he really has put his faith in God. പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനത്തെ ആൾക്കാരെയാണ് നോക്കുന്നത്. My dear beloved brethren, God is looking for such people. ഇങ്ങനത്തെയുള്ള അവനുമായിട്ടുള്ള ബന്ധം വെച്ച് അവന്റെ പിന്നാലെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരെയാണ് ദൈവം നോക്കുന്നത്. God is looking for people who will have an intimate relationship with him and set out into a journey with God. പ്രിയമുള്ളവരെ, ഈ പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ ഈ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നു. എന്നാൽ ഏകദേശം അതേ കാര്യമാണ് യേശു ക്രിസ്തു അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. We see the life of Abraham and his walk of faith with God in the Old Testament. But we see exactly the same things being spoken by Jesus Christ in the New Testament. ലൂക്കോസ് 14:25 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, when we read from the book of Luke chapter 14 verse 25 onwards, 25 മുതൽ 27 വരെ വായിച്ചാട്ടെ. verse 25 to 27, Luke 14:25 to 27. ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ അവന്റെ പിന്നാലെ നടക്കുവാനായിട്ട് വിളിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. നിത്യജീവൻ തരാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. My beloved brethren, God is calling us to himself so that we may have an intimate relationship with him and so that we may have eternal life through him. ആ നിത്യജീവൻ അനുഭവിക്കാൻ വേണ്ടിയാണ് അവൻ വിളിക്കുന്നത്. And he is calling us so that we may experience that eternal life. എന്നാൽ ആ നിത്യജീവൻ അനുഭവിക്കണമെങ്കിൽ, But if we have to experience that eternal life, നമ്മൾ ചില കാര്യം വിടേണ്ടതായിട്ടുണ്ട്. we need to let go of certain things. അബ്രഹാമിനോട് അവന്റെ പിതൃഭവനം, അവന്റെ ചാർച്ചക്കാരെ, അവന്റെ ദേശത്തെ വിടണമെന്ന് പറഞ്ഞു. God told Abraham to let go of his father's house, his kindred and his land. യേശു ഇവിടെ പുരുഷാരത്തെ നോക്കി പറയുവാണ്. And here Jesus Christ in Luke chapter 14 is looking at the crowds and telling them,
നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് എന്റെ പിന്നാലെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, if anyone comes to me and wants to follow me, നിങ്ങൾ എന്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, if you desire to become my disciples, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിടേണ്ടതായിട്ടുണ്ട്. you need to let go of certain things. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളും നിങ്ങളെ എന്റെ മുമ്പാകെ തരണം. And you need to surrender your closest relationships to me. നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ തരേണ്ടതായിട്ടുണ്ട്. You need to surrender your own life itself to me. 27-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം. And verse 27 says, you need to take up your own cross and come after me. അതായത് നിങ്ങൾ കഷ്ടം അനുഭവിക്കുവാൻ തയ്യാറായിരിക്കണം. That is, you should be willing to suffer for me. നിങ്ങൾ നിന്നെ അനുഭവിക്കാൻ തയ്യാറായിരിക്കണം. You should be willing to suffer ridicule. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇനി പറയുന്നേടാ, എവനങ്ങ് വലിയ പരിശുദ്ധനായല്ലോ, ഇനി എവനെ അൺഫ്രണ്ട് ചെയ്തേക്കാം. Now your friends may say, oh, now he's become so holy, let's unfriend him. നമ്മളെ 33-ാം വാക്യം നോക്കിയാട്ടെ. Let's read verse 33. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാക്കാണ്. It's something very shocking. പലരും ഈ വാക്യം എന്തുകൊണ്ടോ കണ്ടെങ്കിലും കണ്ടില്ല എന്നടിക്കുന്ന ഒരു വാക്യമാണ്. Many of us may have read this, but we pretend as if we didn't read it. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? Shall we read what's written there? അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? Now this is something shocking what's written here. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, who does not give up all his possessions. Yeah. തനിക്ക് ഉള്ളതൊക്കെ എന്ന് പറയുമ്പോൾ തനിക്കുള്ള സമ്പാദ്യങ്ങൾ, തനിക്കുള്ള സാധനങ്ങൾ എല്ലാം. So you need to renounce everything, your wealth, your possessions, everything. That's what's written here in verse 33. ഇതെന്തൊരു പരിപാടിയാ? ഇത് വേറെ ട്രാൻസ്ലേഷൻസിൽ എന്തോ എഴുതിയിരിക്കുന്നത്, ഒന്ന് നോക്കിക്കേ. Now ബ്രദറെ, ഇത് നിങ്ങൾ ഏതാണോ വായിക്കുന്നത്? ഇത് നിങ്ങളുടെ ബൈബിളിൽ ഇത് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? ഗ്രീക്ക് ഭാഷയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? Now we may say, oh, this doesn't make sense. Maybe this is not properly conveying the exact meaning. What's written in the Greek? What's the original version? സുനിൽ ബ്രദറെ, നിങ്ങളെല്ലാം വിട്ടോ? Sunil brother, if this verse is written there, have you left everything? രണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ഇരിക്കുക. You're working in 2 hospitals. എന്നിട്ട് എല്ലാരും വിടണോന്ന് പറയാ. And you're earning a huge sum, and then you're telling others to let go of everything? പ്രിയമുള്ളവരെ, ഇനി ഞാൻ എൻ്റെ ഡീറ്റെയിൽ ഒത്തിരി പറയുന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മുടെ ഡിഗ്രി, നമ്മുടെ പണം, നമുക്കുള്ളതെല്ലാം അത് ദൈവത്തിന് സമർപ്പിക്കാതെ അവൻ്റെ പിന്നാലെ നമുക്ക് പൂർണ്ണമായിട്ടും നടക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ സത്യമായിട്ടും പറയുവാണ്. Now I am from the depths of my heart, I am telling you that unless we surrender everything that we have, our wealth, our possessions, our degree, everything that we have to God, we cannot walk with him. നമ്മൾ ബൈബിളിൽ കാണുന്നു, പുതിയ നിയമത്തില് അവരെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുക, അവർ വലയം വിട്ടിട്ട്, ബോട്ട് വിട്ടിട്ട്, അവരുടെ അപ്പനെ വിട്ടിട്ട് അവർ യേശുവിന്റെ പിന്നാലെ വന്നു എന്ന് പറയുന്നുണ്ട്. When we read the New Testament, we see how these disciples, they left their boat, their nets and everything and followed Jesus. പക്ഷെ അത് കുറെ കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കയ്യിൽ നെറ്റ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. അത് എവിടുന്ന് വന്നു? But later on we see that some of these disciples, these same very disciples, they had their nets and they were fishing. Where did that come from? See, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല്, ഞാൻ പറയാം, എനിക്ക് ഇതിനകത്ത് മനസ്സിലായത്, അതായത് നമ്മളെല്ലാം ഇപ്പൊ നമ്മുടെ ജോലിയും പണവും എല്ലാം വിട്ട് 0 ബാങ്ക് ബാലൻസുമായിട്ട് അവന്റെ പിന്നാലെ നടക്കണമെന്നാണോ ഇതിന്റെ അർത്ഥം?
എനിക്ക് മനസ്സിലായത്, നമുക്ക് ദൈവം ഏത് കാര്യവും തന്നിട്ടുണ്ടെങ്കിൽ, ഏത് സാധനവും തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ തുറന്ന കൈയോടെ നമ്മൾ അവൻ്റെ മുമ്പാകെ ഇരിക്കണം. നമ്മൾ ഇത് നമ്മുടെ അല്ല, നമ്മൾ കാര്യവിചാരകന്മാരായിട്ട് മാത്രം ഇരിക്കണം, ഉടമസ്ഥരല്ല. നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് കാണും, പക്ഷേ അതിൻ്റെ ഉടമസ്ഥര് നമ്മളല്ല. നമുക്ക് കാറ് കാണും, അതിൻ്റെ ഉടമസ്ഥര് നമ്മളല്ല. നമ്മൾ അവൻ്റെ പിന്നാലെ, അവൻ്റെ സേവിക്കുന്നവരെ കാര്യവിചാരകന്മാരായിട്ട് നടക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ, പ്രിയമുള്ളവരെ, we can never be his disciple. So what I am trying to say is not that we should have zero bank balance, leave everything and live with nothing. No, I am not saying that. We may have lots of things, but we may have our degree, our money, our possessions, but unless we hold it loosely and give it to God and allow him to use it whichever way he wants, and we remember that we are only stewards of what we have, we cannot be his disciple unless we do that. നിങ്ങൾക്കറിയാമോ, അബ്രഹാം അവന് കുറെ പണം ഉണ്ടായിരുന്നു. And do you know one thing? Abraham was a very rich man. പക്ഷെങ്കിൽ അവൻ അതിനെ പിടിച്ചോണ്ടിരിക്കില്ലായിരുന്നു. But he wasn't holding on to his wealth tightly. ഇടയ്ക്ക് പ്രശ്നം വന്നു. ലോത്തുമായിട്ട് പ്രശ്നം വന്നപ്പം, അദ്ദേഹമാണ് അങ്കിള്, മറ്റവൻ അനന്തരവനാ. പക്ഷേ ഈ അങ്കിള് അനന്തരവനോട് പറയാം, മോനെ നിനക്ക് അതെടുക്കണമെങ്കിൽ അതെടുത്തു, ഞാനിതെടുത്തോളാം. നിനക്ക് ഇതെടുക്കണമെങ്കിൽ നീ ഇതെടുത്തോ, ഞാനതെടുത്തോളാം. We see in the life of Abraham how loosely he was holding on to this wealth, because at a point of time when there was friction between his people and Lot's people, he told Lot, Lot, if you want to have this portion of the land, please take this, I will take that. But if you want to have this portion of the land, please take that, I will take the other one. വേറൊരു സമയത്ത് ഈ ലോത്തിനെ ചില രാജാക്കന്മാരെല്ലാം പിടിച്ചോണ്ട് പോയി. അബ്രഹാം യുദ്ധം ചെയ്ത് ജയിച്ചപ്പോൾ ഈ സോദോം രാജാവ് പറഞ്ഞു, എന്നാല് ഈ യുദ്ധം ചെയ്തിട്ട് ജയിക്കുമ്പം കുറെ സാധനം നമുക്ക് കിട്ടുമല്ലോ, അതൊക്കെ നീ വെച്ചോളാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, ഞാനൊരു ഷൂലേസ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കത്തില്ലെന്ന്. At another point of time, when Lot was taken captive and as a prisoner from by the enemy kings, and Abraham went with his trained servants and fought and brought back Lot, the king of Sodom said, please take all the plunder of the war with you. And Abraham said, I don't want even a thread of the sandal, because God has made me rich. I don't want all this wealth. അബ്രഹാമിന് അവൻ പണത്തിന്റെ പുറകെ അല്ലായിരുന്നു. അബ്രഹാമിനുള്ളതിന്റെ ദശാംശം അവൻ കൊടുത്തു. നിയമമുള്ളത് കൊണ്ടല്ല മെൽക്കിസദേക്കിന് കൊടുത്തു. ഒരു നിയമവുമില്ലായിരുന്നു, ഒരു അത്യാവശ്യമില്ലായിരുന്നു. പക്ഷേ അവൻ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് അവന് അത് കൊടുക്കാൻ തയ്യാറായിരുന്നു. And when Abraham met Melchizedek, he gave a tenth of all his wealth to Melchizedek. It was not a law at that time to give tenth. It was because Abraham loved God that he gave a tenth of his wealth to Melchizedek. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യരാകുവാൻ പറ്റത്തില്ലെന്ന് അബ്രഹാം ജീവിച്ച ഒത്തിരി വർഷം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു പറഞ്ഞു. After many years after Abraham lived, Jesus said that unless you let go of everything that you have, you cannot be my disciple, you cannot follow me. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ ഉപ്പിനകത്ത് ഈ ഉപ്പിന്റെ ആ സാധനം ആ ടേസ്റ്റ് ഇല്ലെങ്കിൽ, കാര്യം ഇല്ലെങ്കിൽ, പിന്നെ നീ അതിന് വല്ലതും കൊള്ളാമോ? And if you don't do like this, we will be like the salt which has lost its saltiness. And if there's no saltiness, what use is salt then? നിങ്ങൾ വലിയ വിശ്വാസിയാണെന്നും പറഞ്ഞ്, നിങ്ങൾക്ക് വലിയ ഇതായെന്നും പറഞ്ഞ് നിങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ പ്രയോജനമില്ല പ്രിയമുള്ളവരെ. You may be saying and claiming to be a great believer, but if you are not doing this thing what Jesus has said, what is the use? ഹല്ലേലൂയ. ഞാന് 12 ഈ ഉൽപ്പത്തി 12:9 ഒരു നല്ലൊരു വാക്യമുണ്ട്. എബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. And there's a beautiful verse in Genesis chapter 12 verse 9. It says, and Abraham journeyed on,
still going towards the Negev. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. My beloved brethren, the life of faith is a journey where we keep on journeying with God. അതിനകത്ത് ചില സാഹചര്യങ്ങൾ വരും, നമ്മൾ ദൈവത്തെ സ്പെഷ്യലായിട്ട് കണ്ടുമുട്ടും, അവിടെ നമ്മൾ യാഗപീഠം പണിയുന്നു. And in that journey there would be times where we would have a very special encounters with God, and there we make altars to God. നിങ്ങളെ എവിടെയായിരിക്കുന്നോ നിങ്ങൾ അവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Now wherever you are, can you all rise up? ദൈവം നമ്മളെ ഒരു യാത്രയ്ക്കായിട്ട് വിളിക്കുകയാണ്. God is calling us all to a journey. എന്നാൽ ആ യാത്രയിൽ അവന്റെ കൂടെ പോകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. But if you have to journey on with God in that journey, we need to let go of certain things. ദൈവം നമ്മളെ ഒരു പഠനത്തിനായിട്ടല്ല വിളിക്കുന്നത്. God is not calling us into an academic study of certain things. ദൈവം അവനെ പറ്റി പഠിക്കാനായിട്ട് നമ്മളെ വിളിക്കുവല്ല. God is not calling us to study about him in an academic way. ദൈവം ഒരു ബന്ധത്തിന് വേണ്ടി അവനെയാണ് വിളിക്കുന്നത്. God is calling us into a relationship with ഒരു him, സ്നേഹബന്ധത്തിൽ വിളിക്കുകയാണ്. ഹല്ലേലൂയ. into a love relationship with him. അവൻ നമ്മളെ വിളിക്കുന്നത് നമുക്ക് ഒത്തിരി കളിപ്പാട്ടം തരാനായിട്ടല്ല. He is not calling us to give us a lot of toys for us, ഒത്തിരി സമ്പാദ്യം തരാനായിട്ടല്ല. not to give us a lot of wealth and possessions. അവൻ നമ്മളെ വിളിക്കുന്നത് ഈ ലോകത്തിലേക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം തരാനായിട്ടാണ്. ഹല്ലേലൂയ. അവൻ വിളിക്കുന്നത്. He is calling us to give us the best possession that we can ever have in this whole world. ഹല്ലേലൂയ. അവൻ നമ്മളെ വിളിക്കുന്നത് അവന്റെ സ്നേഹം അവൻ നമുക്ക് നൽകുവാനായിട്ടാണ്. He is calling us so that he can give his love to us. ഹല്ലേലൂയ. ഈ 12 ഗോത്രങ്ങളിലെ അവൻ 11 ഗോത്രങ്ങളെ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ 11 ഗോത്രങ്ങളിലെ ആൾക്കാർക്ക് അവൻ നിലം കൊടുത്തു. പക്ഷെ ലേവ്യരോട് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ഓഹരി. And when God was distributing the land of Canaan to the 12 tribes, he gave the land to 11 tribes, but to the tribe of Levi he said, I am your inheritance. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് അഥവാ നിങ്ങളെ എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു യാത്രയിൽ തടസ്സമായിരിക്കുന്ന എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിട്ടുപിരിയണം. My beloved brethren, while you are hearing this sermon this morning, if God was convicting you of anything which you are holding on to tightly and which is hindering you in your journey with God, please surrender it to God. വേറെ ചിലര് ദൈവം നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, പക്ഷേ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. Now some of you may be sad and going through painful situations. I would like to tell such people that God is comforting you and he is with you. ദൈവം തക്ക സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യും. And he will do what is needed in your life at the appropriate time. നിങ്ങൾ കേൾക്കുക, ദൈവം തക്ക സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യും. And listen carefully. In the appropriate time, God will do what is to be done in your life. നമ്മൾ ചെയ്യേണ്ടത് ഹല്ലേലൂയ ആ നിത്യമായിട്ടുള്ള പട്ടണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. And what is our role? We need to wait and long and look forward to that eternal city which God has prepared for us. സ്വർഗ്ഗപിതാവേ, നന്ദി കർത്താവേ, അങ്ങ് എത്ര നല്ലവനാണ്. Heavenly Father, we want to thank you. You are such a good God. അങ്ങ് ഞങ്ങളെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ? If you had not called us, what would we have done? അങ്ങ് ഒരു വഴി ഒരുക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ? If you had not opened a way for us, what would we have done? കർത്താവേ, അബ്രഹാം അങ്ങയുടെ പിന്നാലെ വന്നതുപോലെ Just like Abraham followed you,
പല കാര്യങ്ങളും വിട്ടിട്ട് അങ്ങയുടെ പിന്നാലെ വന്നതുപോലെ just like he left certain things and came out and followed you, അങ്ങയിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങയുടെ പിന്നാലെ വന്നതുപോലെ just like he put his trust in you and believed you and followed you, അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയെ പൂർണ്ണമായിട്ടും അനുസരിച്ച് അങ്ങയുടെ പിന്നാലെ വന്നതുപോലെ and just like he fully trusted you and obeyed you, ഞങ്ങളും വരുവാൻ ആഗ്രഹിക്കുന്നു. and just like Abraham, oh Lord, we too desire to come after പക്ഷേ you. കർത്താവേ, ഞങ്ങളും ചില സ്ഥലത്തൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല. But oh Lord, in certain places, Father, we are not so stable. ദൈവമേ, അങ്ങ് അബ്രഹാമിനെ ചില സാഹചര്യത്തിൽ അബ്രഹാം ഇവൻ കള്ളം വരെ പറഞ്ഞു, പക്ഷെ അങ്ങ് അവിടെയും അബ്രഹാമിനെ താങ്ങി. ദൈവമേ, ഇന്ന് എന്നെ കേൾക്കുന്ന കർത്താവെ, അങ്ങയുടെ പിന്നാലെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ താങ്ങണമേ എന്ന് ചോദിക്കുന്നു. Oh Lord, and just like Abraham, he was weak in certain areas. He even lied, but you covered him and you carried him. I pray, Father, for all the people who had listened to this message, please, all those who are weak in their lives in certain areas, please carry them and cover them and help them to move on. ഈ സമയം നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. Thank you for this time you gave us, O Lord. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus' name we pray. ആമേൻ. Amen.